മലമ്പുഴ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മലമ്പുഴ ഹൈസ്കൂളിൽ ഒരു മാറ്റം കിട്ടുക എന്ന് പറയുന്നത് ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ആ കാലത്ത് ഞാൻ കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ APO ആയി വർക്ക് ചെയ്യുന്ന കാലം കൂടിയായിരുന്നു. അങ്ങനെ കോങ്ങാട് UP സ്കൂളിൽ സാക്ഷരതാ APO അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് ഓഫീസറായി വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മലമ്പുഴ ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ കിട്ടിയത്. അവിടെ മലമ്പുഴയുടെ ഉന്മാദ പകരുന്ന തരത്തിലുള്ള ആ സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. മലമ്പുഴ ഹൈസ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധാരാളമായി കുട്ടികൾ മലമ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ കാലമായിരുന്നു. അധികം കാലം എനിക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന ത്യാഗരാജൻ മാഷ് അവിടെ വർക്ക് ചെയ്തിരുന്ന കാലമായിരുന്നു. അതോടൊപ്പം തന്നെ അന്തർദേശീയ തലത്തിൽ വെറ്ററൻസ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഡോക്ടർ PC ഏലിയാമ്മ ടീച്ചർ അന്ന് അവരുടെയൊക്കെ സഹപ്രവർത്തകനായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. അവർ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഗൈഡ് ലൈനും ഒക്കെ തരാൻ ഇവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതേപോലെ തന്നെ അന്ന് ഒരു മണിയം മാഷായിരുന്നു മലമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ. അവിടെ ഒരുപാട് അധ്യാപകരുമായിട്ട് എനിക്ക് പരിചയപ്പെടാനും അതോടൊപ്പം തന്നെ ഈ APOൻ്റെ പണി, സാക്ഷരതയുടെ തുല്യത, APOൻ്റെ പണി, സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ആ പ്രവർത്തനം ഒപ്പം ലീവ് എടുത്തിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും നാട്ടുമ്പുറങ്ങളിൽ നിരക്ഷരരായിട്ടുള്ള അമ്മമാരെയും മറ്റുള്ളവരെയൊക്കെ പ്രായമായവരെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ സ്കൂളിൽ ചെന്ന് കുട്ടികളെയും പഠിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് അക്കാലത്ത് എനിക്ക് കിട്ടിയത്. അത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ഒരു കാലമായിരുന്നു അത്. മലമ്പുഴയിൽ ഉള്ള ആ കാലത്ത് ടൂറിസ്റ്റുകൾ മലമ്പുഴ കാണാൻ വരുമ്പോൾ കുട്ടികളും മറ്റുള്ള വിവിധ ദേശങ്ങളിലുള്ള ആളുകൾ അവിടെ വന്ന് തങ്ങുന്നതിന് സ്കൂളിലെ ക്ലാസ് മുറികൾ അനുവദിച്ചു കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്കും അവർക്കൊക്കെ വലിയ സൗകര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മലമ്പുഴയിലെ കാലാവധി വളരെ ചുരുങ്ങിയ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് മലമ്പുഴയിലെ ജോലി മാറ്റം കിട്ടിയതുകൊണ്ട് കുമരപുരം ഹൈസ്കൂളിലേക്കാണ് ഞാൻ പിന്നീട് പോയത്. മലമ്പുഴ ഹൈസ്കൂളിൽ നിന്ന് കുമരപുരം ഹൈസ്കൂളിലേക്ക്. അതും തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തക ആയിട്ടുള്ള ഒരു അധ്യാപികയുടെ സൗകര്യാർത്ഥം ഞാൻ കുമരപുരത്തേക്ക് മാറിക്കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അത് അക്കാലത്ത് എൻ്റെ സംഘടനയായിട്ടുള്ള KSTA തീരുമാനപ്രകാരമാണ് ഞാൻ ആ സ്കൂളിലേക്ക് മാറിയത്. അത് ടീച്ചർക്ക് വളരെയധികം സഹായമായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കുമരപുരം സ്കൂളിൽ ചെല്ലുമ്പോൾ കൽപ്പാത്തി ചാത്തപ്പുരത്ത് ഇറങ്ങിയിട്ട് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് അഗ്രഹാരങ്ങളിലൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ കുമരപുരം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വിവിധ ഭാവങ്ങൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഗ്രഹാരത്തിലുള്ള വിവിധ ആളുകളുമായിട്ട് എനിക്ക് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുകയും അവർ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവിധത്തിലുള്ള ബഹുമാനവും എനിക്ക് തന്നിരുന്നു. ഞാൻ ഇത് നിത്യേന സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ അഗ്രഹാരത്തിലെ കുട്ടികൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഒക്കെ തന്നെ വളരെ സ്നേഹപൂർവ്വം നോക്കി നിൽക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. കുമരപുരം സ്കൂളിലെ ആ പഠനകാലത്താണ് എനിക്ക് മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറ്റം കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായത്. അത് വീണ്ടും വന്നത് ഞാൻ പത്തിരിപ്പാല ഹൈസ്കൂളിലേക്കാണ് കുമരപുരം ഹൈസ്കൂളിൽ നിന്ന് മാറ്റം കിട്ടി വന്നത്. പത്തിരിപ്പാല ഹൈസ്കൂളിൽ എനിക്ക് 11 വർഷം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പത്തിരിപ്പാല സ്കൂളിലെ അനുഭവങ്ങൾ വളരെ ഓർമ്മിക്കത്തക്ക പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. 11 വർഷത്തെ ഓർമ്മകൾ. സ്കൂളിൻ്റെ അവസ്ഥ വേണ്ടത്ര അക്കോമഡേഷൻ ഇല്ലാതിരുന്ന ആ കാലത്തും പത്തിരിപ്പാല സ്കൂള് നല്ല നിലയ്ക്കാണ് പ്രവർത്തിച്ചിരുന്നത്. അന്നത്തെ
സ്കൂൾ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള രാമചന്ദ്രൻ മാഷ്, ഭാരതി ടീച്ചർ ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആ കാലമായിരുന്നു അത്. അതിന് രാജേശ്വരി ടീച്ചർ പത്തിരിപ്പാല സ്കൂളിലെ പ്രധാന അധ്യാപികയും ആയിരുന്നു. അങ്ങനെ പത്തിരിപ്പാല സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് DPEP എന്ന ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു പുതിയ പദ്ധതി, പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതിൻ്റെ ഭാഗമായി DPEP സമ്പ്രദായം കേരളത്തിൽ നടപ്പിലാകുന്നത്. അതിൽ ഞാനൊരു BRC ട്രെയിനറായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയും പറളിയിൽ പ്രവർത്തിക്കുന്ന BRCയിലേക്ക് അധ്യാപക പരിശീലനത്തിന് ഞാൻ നിയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറളി BRCയിലെ ട്രെയിനറായി എനിക്ക് 5-6 വർഷം വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ കാലത്ത് പറളി സബ് ജില്ലയിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലെയും അധ്യാപകർക്ക് പുതിയ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള DPEP അനുസരിച്ചിട്ടുള്ള പരിശീലനം നൽകുന്നതിൽ ഞങ്ങൾ കുറച്ച് അധ്യാപകർ, ട്രെയിനർമാരായിട്ടുള്ള ആളുകൾ നിയോഗിക്കപ്പെട്ടു. അതിൽ PN മോഹൻദാസ് കോങ്ങാട്, T രാമകൃഷ്ണൻ കോങ്ങാട്, അതുപോലെ തന്നെ മറ്റൊരു T രാമകൃഷ്ണൻ കടമ്പഴിപ്പുറം, ഇങ്ങനെയുള്ളവരൊക്കെ PR മോഹൻദാസ് തുടങ്ങിയിട്ടുള്ള അധ്യാപകർ പരിശീലകരായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ണമ്മാഷ്, വേലുമാഷ് തുടങ്ങിയിട്ടുള്ളവരും ഈ കാലത്ത് ഞങ്ങൾക്ക് ഓർക്കാവുന്ന ആളുകളാണ്. രമണി ടീച്ചർ, വനിതാ വിഭാഗത്തു നിന്ന് രമണി ടീച്ചർ വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു. ഈ DPEP പരിശീലന കാലത്താണ് വിവിധ കലകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാനും പൊറാട്ടുകളി പോലുള്ള നാടൻ പാട്ടുകളും മറ്റുമൊക്കെ കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു അധ്യാപന രീതി ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വന്നതിലുള്ള പ്രാക്ടീസും ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടി. വിവിധ പരിശീലനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിശീലനത്തിനും ഒക്കെ തന്നെ ഞങ്ങൾക്ക് വളരെയധികം അവസരം കിട്ടിയത് ഈ DPEP പരിശീലന കാലമാണ്. അന്ന് ഇന്നത്തെ പറളി സബ് ജില്ലയും കുഴൽമന്ദം സബ് ജില്ലയും ഒന്നിച്ചു കടന്നിരുന്ന കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം അധ്യാപകർ ആ കാലത്ത് ഈ പരിശീലനത്തിന് എത്തേണ്ടതുണ്ടായിരുന്നു. അത് 40 ദിവസം തുടർച്ചയായി എല്ലാ അധ്യാപകർക്കും ഈ പുതിയ പരിശീലനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അത് വളരെ ഓർമ്മിക്കത്തക്ക കാര്യങ്ങൾ. ഇപ്പോഴും ആ കാലത്തെ അധ്യാപകർ ക്ലാസ് റൂമിലെ പരിശീലന കാലത്തെ നമ്മൾ നടത്തിയിട്ടുള്ള ചില പാട്ടുകളും കളികളും ഒക്കെ തന്നെ ഇപ്പോഴും ആളുകൾ ആ നിലയ്ക്കാണ് നമ്മളെ ഓർക്കുന്നത്. പാട്ടുപാടാനൊക്കെ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനൊക്കെയുള്ള തുറന്ന അവസരം കിട്ടുന്നത് ഈ DPEP കാലത്താണ്. അധ്യാപകർ തമ്മിൽ തന്നെ പരസ്പരം അറിയാനുള്ള അവസരവും ഉണ്ടായത് ഈ കാലത്താണ്. ഉദാഹരണത്തിന് ഒരു സ്കൂളിലെ അധ്യാപകർ തമ്മിലുള്ള എന്താ പറയുക, പരിചയപ്പെടൽ പലപ്പോഴും ആവശ്യമില്ലാതിരുന്നു. അവനവൻ്റെ ക്ലാസ് നോക്കുക, പോവുക എന്നുള്ളതിൽ അത് വിട്ടിട്ട് പരസ്പര സഹകരണത്തോടു കൂടി ക്ലാസ് മുറി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ആ കാലത്താണ് വലിയ അവബോധം ഉണ്ടായത്.